ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഞ്ജു. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ അഥവാ സ്തനസ്വയ പരിശോധന. ഈ ഒരു ടേമിനെ ഈ ഒരു ടോപ്പിക്കിനെ ഇത്തിരി കൂടി സിംപ്ലിഫൈ ചെയ്ത് പറയാമെങ്കിൽ നമ്മളതിനെ നോ യുവർ ബ്രസ്റ്റ് അഥവാ ബ്രസ്റ്റ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്രസ്റ്റിനെ അറിയുക അല്ലെങ്കിൽ അതിനെ പഠിക്കുക. ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലെങ്തി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് 2 വീഡിയോസായിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നത് എന്താണ് ഈ സ്തനസ്വയ പരിശോധന, അതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ ബെനഫിറ്റ്സ്, ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതെല്ലാം ടെക്നിക്സ് ഉപയോഗിച്ചാണ് ഇത് ചെയ്യേണ്ടത്, ആൻഡ് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് 2ാമത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വീഡിയോയിലേക്ക് പോകാം. എന്താണ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ, അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്തനങ്ങളെ നമ്മൾ അറിയുകയാണ്, സ്വയം പരിശോധിച്ച് അറിയുകയാണ് ഈ പരിശോധനയെ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇതിൻ്റെ പ്രാധാന്യം? ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ക്യാൻസറിൻ്റെ ഇൻസിഡൻറ്റ് റേറ്റ് വളരെ കൂടുതലാണ്. സ്ത്രീകളിൽ കോമണായി കണ്ടുവരുന്ന ഒരു ക്യാൻസറാണ് സ്തനാർബുദം അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ. ഇതിനെ ഒരു പരിധിവരെ നമുക്ക് ഏർലി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പരിശോധനയെ കൂടെ നമുക്ക് സാധിക്കും. നമുക്ക് ഏർലി ആയിട്ട് നമുക്ക് ഒരു വ്യക്തി റെഗുലറായിട്ട് ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും അൺയൂഷ്വൽ ചേഞ്ചസ് വരികയാണെങ്കിൽ അവർ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാനും തുടർന്നുള്ള പരിശോധനയ്ക്ക് വിധേയമാകുകയും അങ്ങനെ നമ്മളെ തന്നെ സേഫ് ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ കൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ബ്രസ്റ്റ് ക്യാൻസറിനെ കണ്ടെത്താൻ ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ അല്ല. ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ഒരു ഭാഗം മാത്രമാണ്, അല്ലെങ്കിൽ ആദ്യ പടി അല്ലേ, ഫസ്റ്റ് ഒരു ഇനീഷ്യൽ സ്റ്റെപ്പാണ് നമുക്ക് പറയാം. അതായത് ഒരു ബ്രസ്റ്റ് ക്യാൻസറിനെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ആദ്യം നമുക്ക് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ എടുക്കണം. അവിടുന്ന് ഡോക്ടർ പരിശോധിക്കുകയും തുടർന്ന് ഡോക്ടർ എന്തെങ്കിലും സസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡോക്ടർ തുടർന്ന് നിങ്ങൾക്കുള്ള ഇൻവെസ്റ്റിഗേഷൻ അവിടുന്ന് വിടുകയും ചെയ്യുന്നു. അതിൽ ബ്ലഡ് റിസൾട്ട്സ്, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്രസ്റ്റ് അൾട്രാസൗണ്ട്, അൾട്രാസൗണ്ട് ഗൈഡഡ് ബയോപ്സി, കോഡ് ബയോപ്സി, MRI തുടർന്നുള്ള ഇൻവെസ്റ്റിഗേഷനുകൾ കാണും. എന്നിട്ടേ നമ്മൾക്ക് ഇതൊരു ക്യാൻസർ ആണോ എന്ന് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. ഈ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം തന്നെ എല്ലാം ചെയ്യണം തന്നെ ഒരു പേഷ്യൻറ്റ് ചെയ്യണമെന്നില്ല. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ പോലെയും അതുപോലെ തന്നെ പേഷ്യൻ്റെ ഏജ്, റിസ്ക് ഫാക്ടർ ഇതെല്ലാം കണക്കിലെടുത്താണ് അവർ ഡോക്ടേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ പറയുന്നത്. പക്ഷേ ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ്റെ ഒരു ഗുണം, മെയിനായിട്ടുള്ളൊരു ബെനഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് സ്വയം തന്നെ വീട്ടിൽ തന്നെ ചെയ്യാൻ സാധ്യമാണ്. അതിന് ആരുടെയെങ്കിലും സൂപ്പർവിഷനോ ഒരു പ്രത്യേക ട്രെയിനിങ്ങോ ഒന്നും ആവശ്യമില്ല. ഇതെങ്ങനെയാണ് ചെയ്യേണ്ട വിധം കുറച്ച് ടിപ്സ് മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ചെയ്യാം. നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ ബ്രസ്റ്റിനെ എക്സാമിൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് നോർമൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. അപ്പം നോർമൽ എന്താണ് എന്ന് മനസ്സിലായാൽ മാത്രമേ അബ്നോർമാലിറ്റി എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ റെഗുലറായിട്ട് ചെയ്തു വരുമ്പോൾ നമ്മുടെ ബ്രസ്റ്റിൻ്റെ നോർമൽ ഷേപ്പ്, സൈസ് എല്ലാം നമുക്ക് അറിയാം. ഓക്കെ, ഇതിൽ നിന്നൊരു വ്യതിചലനം, ഒരു വ്യത്യാസം കാണുമ്പോഴാണ് അത് അബ്നോർമാലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അവിടെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നുകയും തുടർന്ന് നമ്മൾ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുകയും ചെയ്യേണ്ടത്. അതാണ് മെയിനായിട്ട് നമ്മളൊരു പരിശോധനയിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അബ്നോർമാലിറ്റിയെ കണ്ടെത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് 8ഓളം കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. അതിന് 2ാമത്തെ വീഡിയോയിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്?
ഇത് ചില ആൾക്കാർ അവർക്ക് അറിയാവുന്ന റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നെയ്ബേഴ്സിനോ വല്ലതും ഇങ്ങനെ ഒരു കേസ് കാണുവാണെങ്കിൽ, അത് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് അറിയുകയാണെങ്കിൽ അവർ പെട്ടെന്ന് പാനിക്കാകുകയും അവർ മാസത്തിൽ 5-6 തവണ എക്സാമിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ദിവസം 2 തവണ എക്സാമിൻ ചെയ്യുന്നു. അതിൻ്റെ ഒന്നും ആവശ്യതയില്ല. മാസത്തിൽ 1 തവണ മാത്രം കറക്റ്റായിട്ടും ഇത് ചെയ്താൽ മതി. അത് നമുക്ക് സ്ത്രീകളിൽ തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന്, ആർത്തവമുള്ള സ്ത്രീകളിൽ അല്ലെങ്കിൽ പീരിയഡ്സ് ഉള്ള സ്ത്രീകളിൽ ചെയ്യേണ്ടത് ദ എൻഡ് ഓഫ് ദ പീരീഡ്സ്, അതായത് പീരീഡിൻ്റെ എൻഡ് ഡേറ്റ് എടുക്കുക. അവിടെ നിന്നും ഒരാഴ്ച 1 to 2 വീക്സിന് ശേഷം നിങ്ങൾ ഈ എക്സാമിനേഷൻ ചെയ്യാം. കാര്യം അല്ലാത്ത സമയത്ത് ഈ മെനിസ്ട്രേഷൻ അല്ലെങ്കിൽ ആർത്തവ ചക്രത്തിലുണ്ടാകുന്ന ഹോർമോണൽ ഫ്ലക്ച്വേഷൻ നമ്മുടെ ബ്രസ്റ്റിനെ അത് അഫക്റ്റ് ചെയ്യും. തുടർന്ന് ഇത് ആ ഒരു നമ്മുടെ പരിശോധനയെ ബാധിക്കുകയും ചെയ്യുന്നു. അപ്പം ഈ നമ്മുടെ ബ്രസ്റ്റ് വളരെ കാമായിട്ടിരിക്കുമ്പോൾ മാത്രം ഇത് ചെയ്യുക. അപ്പം നമുക്ക് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടും. ഇനി ആർത്തവ വിരാമം വന്ന സ്ത്രീകളിൽ അല്ലെങ്കിൽ പോസ്റ്റ് മെനോപോസൽ വിമനിൽ അവർ ചെയ്യേണ്ടത്, അവർക്ക് ഏതെങ്കിലും ഒരു ഫിക്സഡ് ഡേറ്റ് ഒരു മന്തിൽ എടുക്കുക. നെക്സ്റ്റ് മന്തിലും അതേ ഫിക്സഡ് ഡേറ്റ് തന്നെ ചെയ്യാം. ലൈക്ക് എവറി ഫസ്റ്റ് ഓഫ് ദ മന്ത് ഓർ എവറി ലാസ്റ്റ് ഓഫ് ദ മന്ത്, അങ്ങനെ നമുക്ക് ചെയ്യാം. ഇപ്പം ജാനുവരി 1 എടുക്കുന്നെങ്കിൽ ദെൻ ഫെബ്രുവരി 1, ദെൻ കണ്ടിന്യൂ ലൈക്ക് ദാറ്റ്. അപ്പം ഈസിയാണ്, ഒന്നിട്ട് കമ്പയർ ചെയ്യാൻ നമുക്ക് ഈസിയാണ്. ഇനി അപ്പം നമുക്ക് മനസ്സിലായി എപ്പോഴാണ് ചെയ്യേണ്ടത്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇത് നമുക്ക് മെയിനായിട്ടും ഒരു മെത്തേഡുണ്ട്. ആ മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. ആ മെത്തേഡിൻ്റെ പേരാണ് TLC മെത്തേഡ്. TLC എന്ന് പറഞ്ഞാൽ 3 ലെറ്റേഴ്സാണ്. അത് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് ആ ഒരു ഷോർട്ട് ഫോമായിട്ട് പറയുന്നത്. T മീൻസ് ടച്ച് യുവർ ബ്രസ്റ്റ്, തൊട്ട് പരിശോധന. നമ്മൾ ഫീൽ യുവർ ബ്രസ്റ്റ്, നമ്മുടെ ബ്രസ്റ്റിനെ ഫീൽ ചെയ്യുന്നു നമ്മുടെ കരങ്ങൾ ഉപയോഗിച്ച്. സെക്കൻഡ് വൺ L സ്റ്റാൻഡ്സ് ഫോർ ലുക്ക് യുവർ ബ്രസ്റ്റ്. നമ്മൾ നമ്മുടെ കണ്ണുകൾ ഉപയോഗിച്ച് നമ്മുടെ ബ്രസ്റ്റിനെ നിരീക്ഷിക്കുന്നു, ഒബ്സർവ് ചെയ്യുന്നു. ഓക്കെ. ആൻഡ് C, the last letter C stands for check with your doctor. If you notice any unusual things, you need to check with your doctor for further clarification or for further investigation. എന്തെങ്കിലും ഒരു വ്യത്യാസമായിട്ട് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ചെക്ക് ചെയ്യണം. ഓക്കെ, അതാണ് TLC എന്ന് പറയുന്നത്. അതാണ് വളരെ ഈസിനെ TLC മെത്തേഡ് എല്ലാവർക്കും ഓർത്തിരിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ അപ്പം ലുക്കിൽ എന്താണ്, ടച്ചിൽ എന്താണ്, സെപ്പറേറ്റ് പറയേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ പറയുന്നത് ടച്ചിനെ ആദ്യം ടച്ചാണ് പറയുന്നത്. ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 3 ടെക്നിക്സാണ് പ്രധാനമായിട്ടും പറയുന്നത്. 3 മോഷൻ, 3 രീതിയിൽ. ഓക്കെ, ഫസ്റ്റ് നിങ്ങളുടെ ഹാൻഡ്സ് ഉപയോഗിച്ച് വേണം ചെയ്യാൻ. അതായത് നിങ്ങളുടെ ലെഫ്റ്റ് ബ്രസ്റ്റാണ് ചെയ്യുന്നതെങ്കിൽ ഓപ്പോസിറ്റ് ഹാൻഡ് ഉപയോഗിക്കുക, റൈറ്റ് ഹാൻഡ് ഉപയോഗിക്കാം. ആൻഡ് നിങ്ങൾ റൈറ്റ് ബ്രസ്റ്റാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കുക. ഓക്കെ. ഇനി മെയിൻലി അവർ 3 ഫിംഗേഴ്സ്, മിഡിൽ 3 ഫിംഗേഴ്സാണ് ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടത്. ഒരിക്കലും നിങ്ങളുടെ ഫിംഗർ ടിപ്സ് ഉപയോഗിക്കാൻ പാടില്ല. കാരണം നിങ്ങൾ ഫിംഗർ ടിപ്സ് ഉപയോഗിച്ചാണ് നിങ്ങൾ ഈ എക്സാമിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കെല്ലാം അവിടെ ഇവിടെയായിട്ട് ലംസ് ഉണ്ടതായിട്ട് തോന്നും. അത് ഒരിക്കലും ലംസ് അല്ല, അത് ബ്രസ്റ്റ് ടിഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വിരലുകളുടെ ഉൾവശം, പൾപ്പ് ഓഫ് ദ ഫിംഗേഴ്സ്, ഉൾവശം ഉപയോഗിച്ച് നിങ്ങൾ പാൽപേറ്റ് ചെയ്യുക അല്ലെങ്കിൽ തൊട്ട് പരിശോധന നടത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ടെക്നിക്ക് നമ്പർ 1, ആദ്യത്തെ ടെക്നിക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് മോഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സർക്കുലർ മോഷനിൽ ചെയ്യാം. നിങ്ങളുടെ ബ്രസ്റ്റിൻ്റെ പാൽപേഷൻ സർക്കുലർ മോഷനിൽ ചെയ്യാം. ആൻഡ് സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് റേഡിയൽ മോഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഫ്രം ടു ആൻഡ് അവേ ഫ്രം ദ നിപ്പിൾ, അതായത് നിപ്പിൾ പോയിൻ്റായിട്ട് എടുത്ത് നിപ്പിളിൽ നിന്ന് ടു ആൻഡ് അവേ, അങ്ങനെ അതായത് ഈ ഒരു മോഷനിൽ ചെയ്യാം. ആൻഡ് തേർഡ് വൺ, വേർട്ടിക്കൽ മോഷൻ, ദാറ്റ് ഈസ് അപ്പ് ആൻഡ് ഡൗൺ മോഷൻ, അതായത് ഇങ്ങനെ മുകളിൽ നിന്നും താഴേക്കും താഴെ നിന്ന് മുകളിലേക്കും. ഇങ്ങനെ 3 മോഷനാണ്, 3 ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, അതാണ് തൊട്ട് പരിശോധനയിൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത്. ഈ 3 ടെക്നിക്സാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി ലുക്കിൽ പറയുമ്പോൾ അത് നിങ്ങൾക്ക് 3 പൊസിഷൻ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് എപ്പോഴും ചെയ്യും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരിക്കലും ഡ്രസ്സിൻ്റെ മുകളിൽ കൂടെ ചെയ്യാൻ പാടില്ല. തൊട്ട് പരിശോധനയായാലും
നിരീക്ഷണമായാലും നിങ്ങളെപ്പോഴും അൺഡ്രസ്സ് ചെയ്തതിന് ശേഷം വേണം ഇത് ചെയ്യാൻ. അപ്പം ഈ ലുക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിരീക്ഷണം ചെയ്യാൻ വേണ്ടി എപ്പോഴും നിങ്ങളൊരു മിററിൻ്റെ ഫ്രണ്ടിൽ ചെല്ലുക, അൺഡ്രസ്സ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ബ്രസ്റ്റിനെ നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ബ്രസ്റ്റ് നിങ്ങൾക്ക് നിരീക്ഷിക്കാം ഫോർ ഷേപ്പ്, സൈസ് ആൻഡ് അപ്പിയറൻസ്. അതിൻ്റെ അപ്പിയറൻസ് എങ്ങനെയാണ്, സൈസ് എങ്ങനെയാണ്, ഷേപ്പ് എങ്ങനെയാണ്. ആൻഡ് ഓൾസോ യു ക്യാൻ ലുക്ക് ഫോർ എനി ലംസ്, എന്തെങ്കിലും മുഴച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ചെറിയ ചെറിയ മുഴകളുണ്ടോ, സ്കിന്നിന് ചേഞ്ചസ്, ഇതെല്ലാം നമുക്ക് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ പൊസിഷനാണ് നമ്മൾ മിററിൻ്റെ ഫ്രണ്ടിൽ നിൽക്കേണ്ടത്. ഫസ്റ്റ് നിങ്ങൾ നിവർന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇരു കരങ്ങളും നിങ്ങളുടെ ബോഡിയോട് ചേർത്തതിന് ശേഷം നട്ടൽ നിവർത്തി സ്ട്രെയിറ്റ് ആയിട്ട് നിന്നതിന് ശേഷം ബ്രസ്റ്റ് രണ്ടും നോക്കുക. നിങ്ങൾക്ക് ലെഫ്റ്റ് ബ്രസ്റ്റും റൈറ്റ് ബ്രസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യാം. നിപ്പിൾ ലെവൽ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അതിനുശേഷം രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ രണ്ട് കരങ്ങളും പെയ്യെ തലയുടെ പിൻഭാഗത്തേക്ക് കൊണ്ടുവന്നത് ഇതുപോലെ കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ശ്രദ്ധിക്കാം, നോക്കുക. അതിനുശേഷം ഈ കരങ്ങൾ പെയ്യെ താഴെ ഈ രണ്ടും കരങ്ങളും ഹിപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ അതായത് ഹിപ്പ് വെച്ചിട്ട് വീണ്ടും ഇതേ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം അത് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഹിപ്പിൽ കൈ വെക്കുമ്പോൾ ജസ്റ്റ് ഫോർവേഡിലേക്ക് ബെൻഡ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ബാക്ക്വേർഡിലേക്ക് ബെൻഡ് ചെയ്ത് നോക്കാം. ജസ്റ്റ് നിങ്ങളുടെ ആ ചെസ്റ്റ് മസിൽസ് ഒന്ന് ഫ്ലെക്സ് ചെയ്തും നോക്കാം, എക്സ്റ്റെൻഡ് ചെയ്തും നോക്കാം. എന്തെങ്കിലും ഇതേ മാറ്റങ്ങളുണ്ടെന്ന് ശ്രദ്ധിക്കുക. ഈ 3 പൊസിഷനാണ് നിങ്ങൾ അതായത് നിരീക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഏതൊക്കെ മെത്തേഡാണ് നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞു. ഓക്കെ, ഇനി ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇറ്റ് ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ ബ്രസ്റ്റ് സ്ക്രീനിങ് പ്രോഗ്രാം. പല രാജ്യങ്ങളും ഇന്ന് ബ്രസ്റ്റ് സ്ക്രീനിങ് പ്രോഗ്രാമുകൾ അവരവരുടെ രാജ്യത്ത് നടത്താറുണ്ട്. അത് കുറേ റിസ്ക് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് പലർക്കും അതിനുള്ള ഓപ്പർച്യൂണിറ്റി എലിജിബിൾ ആവാം. അപ്പം നിങ്ങൾക്ക് അതിന് എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രോഗ്രാമിങ്ങിൽ പങ്കെടുക്കേണ്ടതാണ്. ഞാനൊരു ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്കിതിൻ്റെ ആവശ്യമില്ല എന്ന് നിങ്ങൾ ഒരിക്കലും പറയല്ലേ. ഇറ്റ് ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട്. അതായത് ഒരിക്കലും ബ്രസ്റ്റ് സ്ക്രീനിങ് പ്രോഗ്രാമിനെ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ മാറ്റി നിർത്താൻ സാധ്യമല്ല. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇറ്റ് ഈസ് എ പാർട്ട്, ഒരു ഭാഗം മാത്രമാണ്, ഈ ഒരു വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗം മാത്രമാണ് ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂസ് ചെയ്യുക, അതിന് വിധേയമായി നിങ്ങൾ സേഫാണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇത്രയുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചത്. അപ്പം നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ്, 8ഓളം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പം എല്ലാവർക്കും വീണ്ടും നമസ്കാരം. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.